ജാസ്മിൻ ആയിരിക്കും ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ. ഉറപ്പ് തന്നെ. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ആരാ? ഷോ ഡയറക്ടർ. അതെ, ഷോ ഡയറക്ടർ പറഞ്ഞ മെസ്സേജസ് ലീക്കായിരിക്കുകയാണോ? എന്താണ് സംഭവം? എന്താണ് ഷോ ഡയറക്ടറിൽ നിന്നും ഇങ്ങനൊരു മെസ്സേജ് വന്നപ്പോൾ ആളുകളൊക്കെ പാനിക്കായി. അപ്പോൾ വോട്ടിംഗ് ഒക്കെ കള്ളത്തരമാണോ? എന്താണ് നടക്കുന്നത്? ഒരു കാര്യമുണ്ട്, എക്സ്ക്ലൂസീവായിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ഫാസ്റ്റ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് നേരം മുമ്പ് ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒരു 10-30ഓളം ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഏതാണ്ട് 500-600ഓളം പേരുകളുള്ള ഗ്രൂപ്പുകൾ, വലിയ വലിയ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകളിലെല്ലാം പടർന്നു പിടിക്കുന്ന ഒരു ഫോട്ടോ, ഒരാൾ മെസ്സേജ് അയക്കുന്ന ഫോട്ടോയാണ്. നമുക്കറിയാം ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് ഷോ ഡയറക്ടറായിട്ടുള്ള ഹാഫിസ് സാർ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിൻ്റെ സംഭവമാണ് ലീക്ക് ആയിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹാഫിസ് സാറിനോട് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നതാണ്. ഹലോ, ഹായ് എന്ന് പറയുന്നു. അപ്പം വോട്ടിംഗ് അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുമോ ഇക്ക എന്ന് ചോദിക്കുകയാണ്. അപ്പം ജസ്റ്റ് വെയിറ്റ് ഫോർ 1 more day ആൻഡ് യു വിൽ നോ. അതെ, ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ, അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന് ചോദിക്കുമ്പം അടുത്ത് ഹാഫിസ് സാറിനടുത്ത മറുപടിയാണ്, ഒരു വുമൺ ആയിരിക്കും വിന്നർ ആവുക. അപ്പോൾ താങ്ക് യു വിക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ്. ഇതാണ് ആ മെസ്സേജ്. സംഭവം ഇതാണ്. ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ആ മെസ്സേജ്. ഇത്രയേ ഉള്ളൂ ആ ഒരു മെസ്സേജ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ കിടന്നങ്ങ് നിറഞ്ഞാടുവാണ്. ഹാഫിസ് പറഞ്ഞു, ലേഡി വിന്നർ ആണെന്ന് ഹാഫിസ് പറഞ്ഞു. അപ്പം ജാസ്മിൻ തന്നെയാണെന്ത് വിന്നർ ജാസ്മിൻ തന്നെയാണ്. കള്ളക്കളി, മറ്റത് മറിച്ചത്, ആന ചേന, ഇവർ കള്ളക്കളി കാണിക്കുന്നതാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാനൊരു ഷോ ഡയറക്ടറാണെന്ന് വിചാരിക്കുക. എനിക്ക് ചുമ്മാ ഏതെങ്കിലും ഒരുത്തൻ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ അഥവാ അങ്ങനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പോലും, അങ്ങനെ ഒരു പ്ലാൻ അടിയിൽ കൂടെ നടക്കുകയാണെങ്കിൽ പോലും ഞാൻ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് അറിയാൻ പറ്റും, വെയിറ്റ് എന്നല്ലേ പറയരുതുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആദ്യം മണ്ടന്മാർ എന്ന് പറയാനുള്ളത്. സത്യം, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഞാനും ഷോക്കായിപ്പോയി. കാരണം ഇതെന്തൊക്കെയാണ് പടർന്ന് പിടിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ ഈ മെസ്സേജ്, ഹാഫിസ് സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഹാഫിസ് സാറിന് ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ഇക്ക ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിച്ചു. ഹാഫിസ് സാറിനോട് ചോദിച്ചു. ഞാനിങ്ങനെ മെസ്സേജ് ഹാഫിസ് സാറിനോട് ഞാൻ ആ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ പറയുന്ന സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം ഹാഫിസ് സാറ് തന്നെ അതിനകത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. നോട്ട് മൈ വേർഡ്സ്, നോട്ട് മൈ ചാറ്റ്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളും അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ചാറ്റുകളും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ താഴെ വോയിസ് ഇട്ടിട്ട് അത് ഞാനിത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു സംഭവം നമുക്ക് അറിയാം, എന്നിരുന്നാലും ഈ കാര്യം ഞാൻ ഇൻഫോം ചെയ്തതാണ്, ഇങ്ങനൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി പറയാനുള്ളൊരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഹാഫിസ് സാറിൻ്റെ ഈ പറഞ്ഞ റീഡ് റെസിപ്റ്റ് എല്ലാം ഓഫായി കിടക്കുവാണ്. റീഡ് റെസിപ്റ്റ് ഒക്കെ ഓഫ്, കാരണം നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ സീൻ ചെയ്തപ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഇത് തന്ത്രപൂർവ്വമായിട്ട് ആരെയൊക്കെയോ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അച്ചടിച്ചിറക്കിയ ഒരു സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്ന് പറയുന്നതിൽ ഭയങ്കര ഒരു ഷെയിം തോന്നുന്നുണ്ട്. എനിക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഒരു നിസ്സാര കാര്യം പറയണോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതൊക്കെ ആളുകൾക്ക് അറിയാമെന്നുള്ളതല്ലേ, ഇതൊക്കെ ഫേക്കാണെന്ന് ആൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ വിചാരിച്ചു, വേണ്ട, വീണ്ടും മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, വീഡിയോ തന്നെ ചെയ്ത് കളയാം, വീഡിയോ ചെയ്തൊന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പർട്ടിക്കുലർ ആർമി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ PR അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർ നിന്നുകൊണ്ട് ഷോയുടെ ഡയറക്ടറിനെയും കരി വാരി തേക്കാനായിട്ട്, ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു അറിവിലാണെങ്കിൽ വീക്കെൻഡ് ഡയറക്ടറാണ് ഹാഫിസ് സാർ. അതിനപ്പുറത്തേക്കായിട്ട് എനിക്ക് അറിയത്തില്ല, മെയിൻ ഡയറക്ടറാണോ എന്ന് എനിക്കറിയത്തില്ല. വീക്കെൻഡ് എപ്പിസോഡ് മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് ഹാഫിസ് സാർ എന്നാണ് എൻ്റെ അറിവിൽ. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം പഠനപ്പെടുത്തേക്കും ഇത് വിശ്വസിക്കരുത്. ഇങ്ങനെ ഒരു സംഭവം വിശ്വസിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. ഈ സംഭവം പറയാൻ വന്നതിലേ എനിക്ക് ഷെയിം തോന്നുന്നുണ്ട്. നിസ്സാര ഒരു കാര്യമാണ്. വീണ്ടും ഇത് ആളുകൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ ഇതെന്നല്ല, എന്തൊരു സംഭവം കാണുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ മെസ്സേജ് അയക്കുന്ന ഞാനാണെങ്കിൽ, ഈ മെസ്സേജ് അയക്കുന്ന വോയിസ് അയക്കുന്ന ഞാനാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും? നമ്മുടെ അടുത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത്, ഇപ്പോൾ അഥവാ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജാസ്മിനെ വിന്നറാക്കാൻ തന്നെ തീരുമാനിച്ചു, ഉറപ്പ്, കട്ടായം. എന്നിട്ട് അങ്ങനെ അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ പറയുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരാൾ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞവരത് തുറന്ന് പറയുമോ?
ഒരിക്കലും പറയാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും ഒരുത്തൻ എവിടെയോ കിടക്കുന്ന ഒരുത്തൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എഡിറ്റഡ് ചെയ്തൊരു സംഭവമാണ്. എഡിറ്റഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ഫോണുള്ള ആരോ ഒന്നിൽ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് നേരത്തെ പറഞ്ഞു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്ത് വിട്ടതാണ്. എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് ഈ ഫ്രണ്ടിൻ്റെ പേര് കുറച്ച് നേരത്തേക്ക് ആ പേര് ടൈപ്പ് ചെയ്തുള്ള വെച്ച് ആ പ്രൊഫൈൽ പിക്കറിൻ്റെ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അത് ആ മെസ്സേജാണ് ആദ്യമായിട്ട് അയക്കുന്ന മെസ്സേജാണ് അത്. 8:42 AM രാവിലെയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം തന്നെ സീനാക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ സീനാക്കി ഒരാൾ ഹലോ എന്ന് അയക്കുമ്പോൾ തന്നെ, ഒരു പ്രേക്ഷകൻ ഹലോ എന്ന് അയക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ തിരക്ക് പിടിച്ചിട്ടുള്ള ഡയറക്ടർ ഹായ് എന്ന് അയച്ചിട്ട് ചിരിക്കുന്ന സ്മൈലി ഇങ്ങനെ അയക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ അയച്ച സമയത്ത് തന്നെ വേണ്ടേ ഇങ്ങനെ ഹായ് എന്ന് അയച്ചിട്ട് അതിനെ തിരിച്ച് ചിരിക്കുന്ന സ്മൈലി ഇട്ടിരിക്കുകയാണ്. അപ്പോഴിങ്ങനെ അടുത്തിരിച്ച് വോട്ടിംഗ് അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഫോർ വൺ മോർ ഡേ ആൻഡ് യു വിൽ നോ. അതുകൊണ്ട് ഒരു വുമൺ ആയിരിക്കും ടൈറ്റിൽ വിന്നർ ആവുക. ഇങ്ങനെ ഡൺ അടിച്ച്. അയ്യോ, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാനത് സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചെന്നല്ല, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനൊരു സാധനം സ്പ്രെഡ് ചെയ്യുന്നുണ്ടിക്ക എന്ന് ഞാൻ പറഞ്ഞു. സാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സാറെന്ന് വിളിക്കുന്നതിനായിരിക്കും എടാ നിനക്ക് അവനല്ലേ ചോർത്തി തരുന്നത്, നിനക്ക് അതുകൊണ്ടാണ് നീ സാറെന്ന് പറയുന്നത്. ഇന്നാണ് ഞാൻ ഇതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ എന്താ പറയുക ക്രിയേറ്റീവ് ഹെഡ് ഉണ്ട്, ഞാൻ കിഷൻ സാർ എന്ന് പറഞ്ഞൊരു കിഷൻ സാറിൽ അത് എന്താ ഞാൻ പറഞ്ഞ റിവ്യൂവിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കിഷൻ സാറ് ലാലേട്ടന് ഹാരം അണിയിക്കുന്നുണ്ട്. കിഷൻ സാർ, അതെ നീ സാറെന്ന് വിളിച്ചു. നീ സാറെന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താ ഇയാൾ തന്നെയാണ് നിനക്ക് ചോർത്തി തരുന്നത്. അവർ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, ആ ആൾ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ബഹുമാനം, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസ് വീട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ പേരാണ് ഞാൻ പറയുന്നത്. അവർ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ പേര് ഞാൻ പറയത്തില്ലല്ലോ. ചേച്ചിയെങ്കിൽ ചേച്ചി, ചേട്ടനെങ്കിൽ ചേട്ടൻ, ആ ലെവൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് അത്രയും വലിയ ആൾക്കാരെ കയറി എടാ പോടാ വാടാന്ന് വിളിക്കാനുള്ള ഒരു ബഹുമാനത്തിൽ അല്ല എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ അല്ല പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ മോഹൻലാൽ അവൻ എന്ന് വിളിക്കാമല്ലോ. ഞാൻ പറഞ്ഞ ലാലേട്ടനെന്നല്ലാതെ ഒരു വകയും ഇന്ന് വരെ എൻ്റെ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോഴും മമ്മൂക്ക എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്കത് പറഞ്ഞിട്ട് കാര്യം ഞാൻ അപ്പം ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നീ സാറെന്ന് വിളിച്ചു. ഞാൻ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ വീഡിയോസ് പറഞ്ഞത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലെ സൽമാൻ സാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തമിഴ് ബിഗ് ബോസിലെ ഞാൻ കമൽ സാറെന്നല്ല പറഞ്ഞു, ഞാൻ കമൽ അണ്ണൻ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പണ്ട് പോലെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചോണ്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ കമൽ അണ്ണനാണെങ്കിലും സൽമാൻ സാറാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ കിഷൻ സാറ് ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഹാഫിസ് സാർ പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് പിടിക്കുന്ന PR കമൻറ്റ് ഓളികളോട് അവിടെ ഇരുന്നൊരു അറ്റത്തോട്ട് മാറി ഇരുന്ന് 2 വലിച്ചിരുന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതാണ് പറ്റിയ പണി. അപ്പോൾ എനിക്ക് ഈ സംഭവം ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പടയാട്ടം കുട്ടിപ്പട്ടാളം ചാടി വരും. ഇതുണ്ടാക്കിയ ആൾക്കാർ ഇനിയിപ്പോൾ വരുമല്ലോ, ചാടി വരും. എന്തായാലും നിങ്ങൾക്കുള്ള പണികളെല്ലാം റെഡിയാക്കി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ലെവലിലൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒരാളുടെ ചാറ്റൊക്കെ എഡിറ്റ് ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള അത് ഇത്രയും വലിയ ഒരു ഷോക്കെതിരെയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വിടുന്നത്. നിങ്ങൾ കളിയും തമാശ നിങ്ങൾ ആർമിക്ക് വേണ്ടി കളിക്കുന്നതായിരിക്കും. അതിപ്പോൾ ഏത് ആർമി ആയാലും ഇതിപ്പോൾ ഈ പർട്ടിക്കുലർ എന്താ പറയുക റിപ്ലൈ ഒരു ലേഡി വിന്നർ ആയിരിക്കും എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള ഈ റിപ്ലൈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, ആരാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം. പിന്നെ അത് ഞാൻ പറയുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാനിനി PR എടുത്തത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പട്ടികൾ കിടന്ന് ചിലയ്ക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ കിടന്ന് ചിലയ്ക്കുന്നവർ ചിലച്ചോട്ടെ. കാര്യം മനസ്സിലായ ഒത്തിരി പേരോട് എനിക്ക് നന്ദിയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ചെറ്റത്തരങ്ങളും വൃത്തികേടുകളും കാണിക്കാതിരിക്കുക. ഇനി ഒരൊറ്റ ദിവസം കൂടെ ഉള്ളൂ. അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ജയിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സീസൺ 6 ആരും അത്ര ഭയങ്കര ബെസ്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. സീസൺ സൂപ്പർ ഹിറ്റ് ആയിരിക്കാം, ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കാം, TRP വാരിക്കൂട്ടിയ സീസൺ ആയിരിക്കാം. പക്ഷേ എനിക്ക് എവിടെ നിൽക്കുകയോ പറക്കി കൂട്ടിയ ഒരു ടോപ്പ് 5 ആണ്. ഇപ്പോൾ എൻ്റെയും 5-6ഓളം ഫ്രണ്ട്സ് ഈ ബിഗ് ബോസിനകത്തുണ്ട്. അവരെ പോലെ ഞാൻ പറയുന്നില്ല അവർ ഭയങ്കര മാസാണ്, കൊലമാസാണ്, പൊളിയാണ്, അടിപൊളിയാണ്, സെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സീസൺ 6 എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെയോ വാരിക്കൂട്ടി ഇവിടെ വരെ എത്തി. അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ കാണിച്ചതുകൊണ്ട് അത് പുറത്ത് ഹിറ്റായി. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഞാൻ ഒരു മനുഷ്യർക്ക് വോട്ടും കൊടുക്കുന്നില്ല, കൊടുക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേറ്റോടെ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.